بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. നമ്മൾ എവിടെ നിർത്തിയെന്ന് പറഞ്ഞത്? 74 درسا في الصحف. صفحة 74. طيب فيصل، من هؤلاء الفتية؟ من هؤلاء الفتية؟ فتية എന്താണ്? യുവാക്കൾ. അതിന്റെ ഏകവചനം ഫത്തൻ. ഖുർആനിൽ വല്ലതും കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഫത്തനോ ഫിത്തിയത്തിനോ വല്ലതും? ഏകവചനം പറയും ഖുർആനിലുള്ള. സമിഅനാ ഫതൻ യദ്കുറുഹും യുഖാൽ ലഹു ഇബ്രാഹിം ഫിത്തിയത്തുൻ ഇന്നഹും ഫിത്തിയത്തുൻ ആമനു ബിറബ്ബിഹിം. എല്ലാ ആഴ്ചയും വായിക്കുന്നുണ്ട്, അതൊക്കെ മറന്നുപോകും. ഖുർആൻ അർത്ഥം പറഞ്ഞ് വായിച്ചാൽ വളരെ ഫാന്റാസ്റ്റിക് ആയിരിക്കും, വളരെ കൗതുകം നിറഞ്ഞതായിരിക്കും അതിൽ ഓരോ പ്രയോഗം. നമ്മൾ അറബി ഭാഷ പഠിക്കുന്നതൊക്കെ അതിലുണ്ട്. ആ ഉലാഇൽ ഫിത്തിയത്തു, ആ ഉലാഉൽ ഫിത്തിയത്തു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ചെറുപ്പക്കാർ. ആ ഉലാഇ ഫിത്തിയത്തുൻ എന്ന അല്ലില്ലാതെ പറഞ്ഞാലോ? ആ ഉലാഇ ഫിത്തിയത്തുൻ എന്ന് പറഞ്ഞാലോ? അവർ ചെറുപ്പക്കാർ, ഇവർ ചെറുപ്പക്കാരാണ്. ആ ഉലാഇ ഫിത്തിയത്തുൻ, ഇവർ ചെറുപ്പക്കാരാണ്. ഓക്കെ, ഇവിടെ ആ ഉലാഇൽ ഫിത്തിയത്തു, ഈ യുവാക്കൾ. അത് കഴിഞ്ഞിട്ട് അതിനെ കുറിച്ച് വിശദീകരിക്കാനാണ് അല്ലദീന ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലദീന എന്തിനാ ഉപയോഗിക്കുന്നത്? നേരത്തെ പറഞ്ഞതിനെ വിശദീകരിക്കാൻ. സിറാത്ത അല്ലദീന, ഒരു കൂട്ടരുടെ, ഇനി പറയുന്ന വിശേഷണമുള്ള ഒരു കൂട്ടരുടെ. ഇവിടെ മൻ ഹഉലാഇൽ ഫിത്തിയത്തു, ആരാണ് ഈ യുവാക്കൾ? അല്ലദീന, ശേഷം പറയുന്ന വിശേഷം ഉള്ളവരായ. മഅക, നിന്നോടൊപ്പമുള്ള, നിന്നോടൊപ്പമുള്ളവരായ ഈ യുവാക്കൾ ആരാണ്? കഅന്നഹും യഖ്വതുക. അപ്പൊ കഅന്നയുടെ അർത്ഥം എന്താ? കഅന്നഹും പോലെയുണ്ട്. ആസിഫ്, കഅന്നഹും ആസിഫ്, ദേ ആർ, അവർ. യഖ്വതുക, നിന്റെ സഹോദരന്മാരാണെന്ന് ആയതുപോലെ ഉണ്ടല്ലോ എന്നാണ്. ആസിഫ്, ദേ ആർ യുവർ ബ്രദേഴ്സ്. അബ്ദുള്ള, നഅം ഹഉലാഇ ഇഖ്വതി, അതെ, അവർ ഇഖ്വതി, എന്റെ സഹോദരന്മാരാണ്. ഇഖ്വതി, എന്റെ സഹോദരന്മാരാണ്. എന്താ പറഞ്ഞത്? മൈ ബ്രദേഴ്സ് എന്ന് പറയാൻ വേണ്ടി ഇഖ്വതി എന്ന് പറഞ്ഞു. ഹഉലാഇ ഇഖ്വതി. ലീ അർബഅതു ഇഖ്വതിൻ വസലാസു അഖവാതിൻ. ഇങ്ങനെയാണ് സംഖ്യ ഉദാഹരണങ്ങളിലൂടെ പഠിക്കേണ്ടത്. ലേൺ ബൈ എക്സാമ്പിൾ. RQB എന്നൊക്കെ കമ്പ്യൂട്ടർ പഠിക്കാൻ പോകാൻ പറയും. റിലേഷണൽ ക്വയറി ബൈ എക്സാമ്പിൾ എന്ന് പറയും. എല്ലാത്തിനും മാതൃക കൊടുത്തിട്ട് അതിലൂടെയാണ് എന്ത് ചെയ്യേണ്ടത്? പഠിക്കേണ്ടത്. മാതൃക കൊടുത്തിട്ട് അതിലൂടെ പഠിക്കണം. അപ്പോ ലീ അർബഅതു ഇഖ്വതിൻ. അപ്പോ ഇഖ്വത്ത് എന്താണ്? സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ? സ്ത്രീലിംഗം. സഹോദരന്മാർ. അർബഅതു ഇഖ്വത്തിൻ, ലീ അർബഅതു ഇഖ്വത്തിൻ. അപ്പോ പുല്ലിംഗമായതുകൊണ്ട് അർബഅത്ത് എന്ന സ്ത്രീലിംഗം ഉപയോഗിച്ചു, ഓപ്പോസിറ്റ് ജെൻഡറിൽ. എന്നിട്ട് എന്ത് പറഞ്ഞു? പൊസസീവ്നെസ് ഉപയോഗിക്കാൻ വേണ്ടി എന്താ വാക്ക് ഉപയോഗിച്ചത്? ലീ. ലീ അർബഅതു ഇഖ്വത്തിൻ. അപ്പോ അവിടെ എന്തി എന്നല്ല പറയുന്നത്, എന്തി എന്നല്ല പറയുന്നത്. എന്താണ്? റിലേഷൻഷിപ്പ് ആണ് പറയുന്നത്. അപ്പോൾ എന്താ ഉപയോഗിക്കേണ്ടത്? ലീ.
അപ്പോ അല്ലക്ക അഹുൻ, നിനക്ക് സഹോദരനുണ്ടോ? അൽ ഇന്ദക്ക അഹുൻ എന്നല്ല ചോദിക്കുന്നത്. അൽ ഇന്ദക്ക അഹുൻ എന്ന് പറഞ്ഞാല് സഹോദരൻ നിന്റെ അടുക്കൽ ഉണ്ടോ എന്നാണ്. ആ സമീപത്തുണ്ടോ? അതേ സമയത്ത് നമ്മള് ഒരാളുടെ അടുക്ക പൈസ ഉണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അൽ ഇന്ദക്ക ഫുലൂസുൻ, നിന്റെ അടുക്ക പൈസ ഉണ്ടോ? അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു? റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് ലീ അർബഅത്തി അഖ്വത്തിൻ, എനിക്ക് 4 സഹോദരന്മാരുണ്ട്. ഇപ്പൊ 2 കാര്യം പറഞ്ഞു. ഒന്ന് റിലേഷൻഷിപ്പ് വന്നത് കൊണ്ട് ലീ എന്ന വാക്ക് ഉപയോഗിച്ചു. രണ്ടാമത് ഓപ്പോസിറ്റ് ജെൻഡർ ഉപയോഗിച്ചു. ഓപ്പോസിറ്റ് ജെൻഡർ ഉപയോഗിച്ചു. അടുത്തത് വസലാസു അഖവാത്തിൻ, വസലാസു അഖവാത്തിൻ. അപ്പൊ അഖവാത്ത് സഹോദരികൾ. അഖവാത്ത് സ്ത്രീലിംഗമായതുകൊണ്ട് സലാസു എന്ന ഓപ്പോസിറ്റ് ജെൻഡർ ഉപയോഗിച്ചു. ഓക്കെ. അതേപോലെ യഹ്വത്ത് ബഹുവചനമാണ്, പുല്ലിംഗമാണ്. 4-ന് ശേഷം ബഹുവചനമാണ് ഉപയോഗിക്കേണ്ടത്. അതേപോലെ സലാസിന് ശേഷവും ബഹുവചനമാണ് ഉപയോഗിക്കുന്നത്. 1 മുതൽ 2, 3 മുതൽ 10 വരെ ബഹുവചനമാണ് ഉപയോഗിക്കണം. ഫൈസൽ അതിന് എതിർസു ഹഉലായി, അതിന് എതിർസു ഹഉലായി. ഇവരെല്ലാം എവിടെ പഠിക്കുന്നത്? നമ്മൾ ചോദിക്കല്ലേ, ഇവരെല്ലാം എവിടെ പഠിക്കുന്നത്? അപ്പൊ ഇവിടെ ഹഉലായി ഉപയോഗിച്ചിട്ട് ആരെയൊക്കെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്? രണ്ടും ഉപയോഗിക്കും. രണ്ടിനും സഹോദരിമാരെയും സഹോദരന്മാരെയും ഉപയോഗിച്ചിട്ട്, എന്തായാലും രണ്ടും കൂടെ പറയുമ്പോൾ പുല്ലിംഗമേ ഉപയോഗിക്കുള്ളൂ. അത് വേറൊരു കാര്യം. ഇവിടെ എന്തായിരുന്നാലും ഹഉലായില് രണ്ടും കൊണ്ട്, ഹഉലായില് രണ്ടും ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു. അബ്ദുള്ള അമ്മ ഇഖ്വതി ഫകുല്ലുഹും യദ്റസൂന. അപ്പൊ അതിനെ യദ്റസു ഹഉലായി, ഇവരെല്ലാം എവിടെ പഠിക്കുന്നത് ചോദിച്ചു. അപ്പൊ അമ്മ ഇഖ്വതി, അപ്പോ ഇഖ്വത്തിന്റെ എന്റെ സഹോദരന്മാർ കാര്യം ഫകുല്ലുഹും, അവരെല്ലാവരും ഫകുല്ലുഹും യദ്റസൂൻ, എല്ലാവരും പഠിക്കുന്നത്. എല്ലാവരും പഠിക്കുന്നു. ബിൽ ജാമിഅത്തി, എവിടെ പഠിക്കുന്നത്? കോളേജിലല്ല, ജാമിയ എന്ന് പറഞ്ഞ ജാമിയയിലാണ് പഠിക്കുന്നത്. ജാമിയ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. ഐഷ വഹുവ അക്ബർ മിന്നി, പിന്നെ ഓരോരുത്തരുടെ കാര്യം പറയാണ്. ഐഷ വഹുവ അക്ബർ മിന്നി, അയാൾ എന്നെക്കാളും മൂത്തയാളാണ്. പ്രായം പറയുമ്പോൾ നമുക്ക് മലയാളത്തിൽ മൂത്തയാളെന്ന് പറയാം, അല്ലെങ്കിൽ മുതിർന്നയാളാണ്. ഹുവ അക്ബർ മിന്നി, എന്നേക്കാൾ മുതിർന്നയാളാണ്. യദ്റുസു ഫീ കുല്ലിയത്തി തിബ്ബ്, അവൻ എവിടെ പഠിക്കുന്നത്? ഈ കുല്ലിയത്തി തിബ്ബ്, ഫാക്കൽറ്റി ഓഫ് മെഡിസിൻ, തിബ്ബ്. ഇബ്രാഹിമു യദ്റുസു ഫീ കുല്ലിയത്തി തിജാറ, അവരെന്താ പഠിക്കുന്നത്? ഈ കുല്ലിയത്തി തിജാറ, ഫാക്കൽറ്റി ഓഫ് കൊമേഴ്സ്. അപ്പൊ തിജാറത്ത് കച്ചവടം, കൊമേഴ്സ്. ഇസ്ഹാഖു, ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ പുതിയൊരു വാക്കായിട്ടാണ് കണക്കാക്കുന്നത് കൊമേഴ്സിന്. പക്ഷെ അറബികൾക്ക് സുപരിചിതമായ വാക്കാണ് തിജാറ. അപ്പൊ തിജാറ ആ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്, പുതിയൊരു വാക്കൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇസ്ഹാഖു യദ്റുസു ഫീ കുല്ലിയത്തിൽ ആദാബ്, ആദാബ്, ഫാക്കൽറ്റി ഓഫ് ലിറ്ററേച്ചർ, ഫാക്കൽറ്റി ഓഫ് ലിറ്ററേച്ചർ, ലിറ്ററേച്ചറിനാണ് പഠിക്കുന്നത്. മറ്റേതെന്തായിരിക്കും? സബിനയുടെ ക്ലാസ് ഒന്നും ഓപ്പൺ ആയി കൊടുക്കണം. സബിന മിട്ടിൽ
സൂമിൽ ഒരു ക്ലാസ് ഓൺ ചെയ്ത് കൊടുക്കണം, അതുകൊണ്ടാണ്. يدرسوا وإبراهيم يدرس في كلية التجارة وإسحاق يدرس في كلية الآداب. آداب എന്താണ്? ലിറ്ററേച്ചർ. ലിറ്ററേച്ചർ. ഓക്കെ. وإسماعيل يدرس في كلية العلوم. علوم എന്താ? അഗ്രികൾച്ചറൽ ഇതാണോ? ഫാക്കൽറ്റി ഓഫ് അഗ്രികൾച്ചർ ആണോ? അഗ്രികൾച്ചർ അല്ല, ഇൽമിന്റെ ബഹുവചനമാണ് ഉലൂം. ശരി, ഓക്കെ ഓക്കെ. ഇൽമ, ഉലൂം എന്താ? സയൻസ്. സയൻസ് സയൻസ് ജ്ഞാനങ്ങൾ എന്ന് പറയാം. ഇൽമ, ഉലൂം അതാണ് സയൻസ്, ഫാക്കൽറ്റി ഓഫ് സയൻസ്. وهؤلاء الثلاثة أصغر مني. هؤلاء الثلاثة أصغر مني. ഈ മൂന്ന് പേരും എന്താണ്? ചെറുതാണ്. അസ്ഗറു മിന്നി, എന്നെക്കാളും ചെറുതാണ്. അസ്ഗറു മിന്നി. അപ്പൊ അസ്ഗർ സൂപ്പർലേറ്റീവ് ഉപയോഗിച്ചിട്ട് കമ്പാരിസൺ പറയാണ് മിൻ ഉപയോഗിച്ച്. കമ്പാരിസൺ പറയാൻ വേണ്ടി സൂപ്പർലേറ്റീവ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ മിൻ ഉപയോഗിച്ചാണ് കമ്പയർ ചെയ്യുന്നത്. മിന്നി, എന്നെക്കാൾ. അമ്മ അൽ അഖ്വാതു, കണ്ടീഷൻ പറയുമ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ അമ്മ ഉപയോഗിച്ച് പറയും, രണ്ടാമത്തെ കണ്ടീഷൻ വീണ്ടും അമ്മ ഉപയോഗിച്ച്. ശരിക്കും എന്താ അമ്മ എന്ന് പറയുമ്പോൾ എന്താ വരുന്നത് മീനിങ്? അമ്മ കണ്ടീഷൻ ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. രണ്ട് കണ്ടീഷൻ വരും, അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ കണ്ടീഷൻസ് വരുമ്പോൾ എന്ത് ചെയ്യും? ഒന്നാമത്തെ കണ്ടീഷന്റെ കൂടെയും അമ്മ ഉപയോഗിക്കും, രണ്ടാമത്തെ കണ്ടീഷന്റെ കൂടെയും അമ്മ ഉപയോഗിക്കും. നമ്മൾ സൂറത്തുൽ ദുഹാ ഓതിയാൽ അത് കാണാം. അമ്മ സായില ഫലാ തൻഹർ വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ് ഫഅമ്മൽ യതീമ ഫലാ തഖർ. അപ്പോ നമ്മൾ ആദ്യത്തെ അമ്മയുടെ കൂടെ എന്നാൽ ഉപയോഗിക്കാൻ പറ്റില്ല മലയാളത്തിൽ. മലയാളത്തിൽ അമ്മ അവിടെ എല്ലാ സ്ഥലത്തും കൂടി ചേർക്കാൻ പറ്റും. അതേസമയം അറബിയിൽ കണ്ടീഷൻസ് വരുമ്പോൾ മോർ ദാൻ വൺ അവസ്ഥ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? രണ്ടിന്റെ കൂടെയും അമ്മ ഉപയോഗിക്കും. അമ്മൽ അഖവാതു എന്നാൽ സഹോദരന്മാർ. സഹോദരിമാർ. ഫയദുറുസ്ന. ഇപ്പൊ ഇവിടെ നേരത്തെ എന്ത് പറഞ്ഞു? ഇബ്രാഹിമു യദ്റുസു വഇസ്ഹാഖു യദ്റുസു. അല്ല, അമ്മ ഇഖ്വതി യദ്റുസൂന, സഹോദരന്മാർ യദ്റുസൂന.
പുല്ലിംഗമായതുകൊണ്ട് എന്ത് പറഞ്ഞു? യദ്റുസൂന. അഖവാത്ത് വന്നപ്പോ എന്തായി? യദ്റുസ്ന. യദ്റുസ്ന. യദ്റുസൂനയുടെ ഫെമിനിൻ പ്ലൂറലാണ് യദ്റുസൂന, യദ്റുസ്ന. ഫിൽ മദ്രസത്തിൽ മുതവസ്സിത. അവരെവിടെയാണ്? മിഡിൽ ക്ലാസ്സിലാണ്, മിഡിൽ സ്കൂളിലാണ്. ഫിൽ മദ്രസത്തിൽ മുതവസ്സിത. നമ്മൾക്ക് മുമ്പ് മിഡിൽ സ്കൂൾ ഉണ്ടായിരുന്നു, ഇപ്പൊ മിഡിൽ എന്ന് പറയാറില്ല. 5, 6, 7 എന്തായിരുന്നു? മിഡിൽ സ്കൂളായിരുന്നു. പ്രൈമറി കഴിഞ്ഞാല് മിഡിൽ സ്കൂളായിരുന്നു. ജൈനബു തദ്റുസു ഫി സനത്തിൽ ഊല. അപ്പൊ ഇവിടെ ഇബ്രാഹിമു യദ്റുസു, ജൈനബു തദ്റുസു. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ ഹുവ യദ്റുസു ഹിയ തദ്റുസു. അതേപോലെ ഇബ്രാഹിമു യദ്റുസു, ജൈനബു തദ്റുസു ഫി സനത്തിൽ ഊല. അപ്പോ മദ്രസത്തിൽ മുതവസ്സിത്തത്തിൽ സനത്തിൽ ഊലയിലാണ് പഠിക്കുന്നത്. മുതവസ്സിത്തത്തിലെ സനത്തിൽ ഊലയിലാണ് പഠിക്കുന്നത്. മിഡിൽ സ്കൂളിലാണ്. അപ്പൊ 5ാം ക്ലാസ്സിലോ? ആയിരിക്കും. നമ്മുടെ ഞാനൊരു കണക്ക് വെച്ച് പറഞ്ഞു, എന്റെ ഓർമ്മ അങ്ങനെയാണ് എന്നാണ് എന്റെ ഓർമ്മ. പ്രൈമറി കഴിഞ്ഞിട്ട് അപ്പർ പ്രൈമറി കഴിഞ്ഞിട്ട് അപ്പർ പ്രൈമറി കഴിഞ്ഞിട്ടാണ് മിഡിൽ സ്കൂൾ ഉണ്ടായിരുന്നെങ്കിൽ പ്രൈമറി, അപ്പർ പ്രൈമറി, മിഡിൽ സ്കൂൾ, ഹൈസ്കൂൾ അങ്ങനെ കണ്ടായിരുന്നു. എന്തായിരുന്നാലും അവർക്ക് അവരുടേതായ ഒരു കണക്കുണ്ടാവും. നമുക്ക് അതറിയില്ല എന്താണ്. ജൈനബ് തദ്റുസു ഫി സനത്തിൽ ഊല വ സൽമ തദ്റുസു ഫി സനത്തിൽ സാനിയ. അപ്പോ അസനത്തു പറഞ്ഞപ്പോൾ അതിന്റെ വിശേഷണമാണ് എന്ന് പറയേണ്ടത് എത്രാമത്തെ വർഷം എന്നത്. അപ്പൊ അതിന്റെ വിശേഷണമാണ് അസനത്തു അൽ ഊല ഫി സനത്തിൽ ഊല. അപ്പൊ സനത്ത് പറഞ്ഞുകൊണ്ട് സനത്ത് സ്ത്രീലിംഗം ആയതുകൊണ്ട് ഊല എന്ത് ചെയ്യണം? സ്ത്രീലിംഗമാക്കി പറയണം. സ്ഥലത്തിന്റെ വിശേഷണമാണ്. നമ്മൾ പറഞ്ഞ 4 കാര്യങ്ങൾ യോജിക്കണം. അൽ വേണം, ഇവിടെ അൽ 2-നുണ്ട്. അതേപോലെ സ്ത്രീലിംഗമായിരിക്കണം, 2 സ്ത്രീലിംഗമാണ്, 2 ഏകവചനമായിരിക്കണം, 2-നെയും അവസാനം ഒരേ അടയാളമായിരിക്കണം. ഊലയുടെ അവസാനം അടയാളം കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അടയാളം സാങ്കല്പികമാണെന്നാണ് പറയുന്നത്. സങ്കല്പത്തിൽ അടയാളം കൊടുത്തിട്ടുണ്ട് അല്ലൂല വസൽമ. അല്ലാതെ മനസ്സിലാക്കണം, അങ്ങനെ തന്നെ മനസ്സിലാക്കണം. കാരണം പിന്നീട് നമുക്ക് പറയുമ്പോൾ മനസ്സിലാവും അത് ഒന്നാമത്തെ ഇന്ന അടയാളമുണ്ട്, അതനുസരിച്ചാണ് അടുത്തതിന് ആ അടയാളം കൊടുക്കേണ്ടത്. അപ്പൊ അടയാളം പ്രത്യക്ഷത്തിൽ കണ്ടില്ലെങ്കിലും സങ്കല്പത്തിലുള്ള ഗസർ വെച്ചുകൊണ്ടാണ് പിന്നെ വരുമ്പോൾ അതിന് അടയാളം വരേണ്ടത്. അതുമായി ബന്ധപ്പെട്ട പദത്തിന് അടയാളം വരേണ്ടത്. വസൽമ തദ്റുസു ഫി സനതി സാനിയതി. അവിടെ നോക്കുക, ഫി സനതി അസാനിയതി. അപ്പൊ സനത്തിന് ആ 4 കാര്യങ്ങളും ഉണ്ട്. സനത്ത് സ്ത്രീലിംഗമാണ്, സാനിയത്ത് സ്ത്രീലിംഗമാണ്, അതിൽ അല്ലുണ്ട്, ഇതിലും അല്ലുണ്ട്. 2 കാര്യമായി. പിന്നീട് 2 എന്താണ്? മുഅന്നസാണ് 2. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ നേരത്തെ കൗണ്ടിങ് പറഞ്ഞതുപോലെയല്ല. ഇവിടെ ഓർഡിനൽ കൗണ്ടിങ് ആണ്, ഓർഡിനൽ ആണ്. അൽ ഊല ഒന്നാമത്തേത്. പിന്നെ പറയുന്നത് അസാനിയത്തു സെക്കൻഡ്, രണ്ടാമത്തേത്. അപ്പം വരുമ്പോ അത് എന്താണ്? എണ്ണവും എണ്ണപ്പെടുന്ന വസ്തുവായിട്ടല്ല പരിഗണിക്കുന്നത്, മറിച്ച് എണ്ണവും അതിന്റെ വിശേഷണവുമായിട്ടാണ് പരിഗണിക്കുന്നത്. ഓർഡിനൽ കൗണ്ടിങ് അതിന്റെ വസ്തുവിന്റെ വിശേഷണമായിട്ടാണ് പരിഗണിക്കുന്നത്. അസനത്തുൽ ഊല ഒന്നാമത്തെ വർഷം, അസനത്തുൽ സാനിയത്തു രണ്ടാമത്തെ വർഷം. അപ്പോ ഒന്നാമത്തെ എന്ന് പറയുമ്പോൾ അതിന്റെ വിശേഷണമായിട്ടാണ് വരുന്നത്. വലൈല തദ്റുസു. നേരത്തെ സൈനബു എന്ന് പറഞ്ഞു, പിന്നെ സൽമ എന്ന് പറഞ്ഞു. അപ്പൊ സൈനബിന് എന്തുണ്ട്? സൈനബു തദ്റുസു. സൈനബ് പിന്നെ എന്താണ്? ഒരു ലമ്മയെ സ്വീകരിക്കുള്ളൂ. സ്ത്രീലിംഗ നാമമായതുകൊണ്ട് ഒരു ലമ്മ ഉണ്ടാവുള്ളൂ. സൽമാക്ക് ലമ്മുണ്ട്, പക്ഷെ എന്താണ് അവിടെ? ലമ്മത്തുണ്ട്, സാങ്കല്പികമാണ്. വലൈല അവിടെയും അവസാനത്തെ അടയാളം. അവിടെ സൽമായും അലിഫാണ്, ലൈലയിലെയും അവസാനം അലിഫാണ്. യാന്റെ ഷേപ്പിൽ എഴുതുന്ന അലിഫാണ്. അതിലൊന്നിലും അടയാളം കൊടുക്കാൻ പറ്റില്ല. 10 ലമ്മും ഒന്നും സ്വീകരിക്കില്ല. ലൈല തദ്റുസു ഫി സനതി സാലിസതി. അപ്പോ അസ്സനതു അസ്സാലിസതു അല്ലൂല, അസനത്തുൽ ഊല, അസനത്തുൽ സാനിയതു, അസനത്തുൽ സാലിസതു. അപ്പൊ എല്ലാം എന്താണ്? അതിന്റെ വിശേഷണമാണ്. ഫി അയ്യി മദ്രസത്തിൻ തദ്റുസു അഖവാതുക. ഫി അയ്യി മദ്രസത്തിൻ ഏത് സ്കൂളിലാണ് തദ്റുസു അഖവാതുക നിന്റെ സഹോദരിമാർ പഠിക്കുന്നത്?
അപ്പോ തദറുസു അഹവാത്തു. ഇവിടെ എന്താണ്? അഹവാത്ത് ബഹുവചനമാണ്. തദറുസ് എന്താണ്? സ്ത്രീലിംഗ ബഹുവചനം. തദറുസ് സ്ത്രീലിംഗ ബഹുവചനാണ്. ഏകവചനം. അത് നാമം പിൻകടന്നു. ആ അപ്പോ ഫെയിലിനേക്കാളും ഫായില് മുൻകടന്നാൽ, സോറി, ഫായിലിനേക്കാളും ഫെയില് മുൻകടന്നാൽ ഫെയിലിന്റെ ഏകവചനമാണ് പറയേണ്ടത്. തദറുസു അഹവാത്ത് എന്താണ്? അതിന്റെ കർത്താവ്, അതിന്റെ ഫായില് പിന്നീടാ പറയുന്നത്. ഫായില് പിന്നീട് പറയുന്നത് കൊണ്ട് ആദ്യം പറയുമ്പോൾ സ്ത്രീ ജെൻഡർ എന്താണ്? ജെൻഡർ സെയിം ആയിരിക്കണം, പക്ഷേ നമ്പർ ഏകവചനം മതി. തദ്റുസു അഹവാത്തുക അബ്ദുള്ള യദുറോസ്ന. അപ്പൊ അവർ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ തദ്റുസു എന്ന് പറഞ്ഞാൽ പോരാ. രണ്ടാമത് പറയുമ്പോ ലമീർ ആണ് ഫായില്, അല്ലേ? യദുറുസ്നയുടെ ഫായിലാരാണ്? ഫായിലാരാ? യദുറുസ്നയുടെ ഫായില് അതിനകത്തുള്ള എന്താണ്? അവർ അവർ യദുറുസ്നയുടെ ഉള്ളിൽ എന്താ ഉള്ളത്? അവർ ഹുന്നയാണുള്ളത്. കേട്ടാ? ഹുന്ന, യദുറുസ്ന. അപ്പോ ഹുന്നയാണ്. അപ്പൊ ആ ഹുന്ന എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞ അഹവാത്തിലേക്ക് മടങ്ങുന്നതാണ്. അപ്പൊ അഹവാത്ത് പറഞ്ഞു കഴിഞ്ഞു, അഹവാത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് പറയുന്ന ആ ക്രിയയുടെ രൂപം വരുമ്പോ എന്ത് ചെയ്യണം? ബഹുവചനം തന്നെ ഉപയോഗിക്കണം. യദുറുസ്ന ഫീ മദ്രസത്തി ഖാലിദ് ഇബ്നുൽ വലീദ്. അപ്പോ ഖാലിദ് ഇബ്നുൽ വലീദ് ഓരോന്ന് നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. യദുറുസ്ന ഫീ മദ്രസത്തി, അവര് മദ്രസത്തിലാണ്, സ്കൂളിലാണ് പഠിക്കുന്നത്. ആ മദ്രസത്ത് ഏതാണ്? മദ്രസത്തിന്റെ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ബദല് പറഞ്ഞു. മദ്രസത്തിന്റെ ബദലാണ് പിന്നെ പറയുന്ന മദ്രസയുടെ പേര്. അപ്പൊ ആ പേര് വരുമ്പോ എന്ത് ചെയ്യണം? മദ്രസത്തി ഖാലിദി, മദ്രസത്തി ഖാലിദി. അപ്പം ആ മദ്രസത്തിന്റെ ബദലായതുകൊണ്ട് ഖാലിദിന് എന്ത് കൊടുക്കണം? അതിന്റെ അടയാളം കൊടുക്കണം. ഖാലിദി ബദലാണ്. അപ്പൊ അതുകൊണ്ട് ഇത് പിന്നെ പറയുന്നത് മദ്രസയുടെ പേരാണ്. അപ്പൊ പേരിന്റെ ആദ്യത്തിൽ എവിടെയൊക്കെ സ്വീകരിക്കും അവിടെ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ മദ്രസത്തി ഖാലിദി, ഖാലിദി കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഖാലിദിനെ ഇബിനിലേക്ക് ഇളാഫത്താണ് ചെയ്യുന്നത്. ഖാലിദി ഇബിനി, സോറി, അതെ, ഇളാഫത്തല്ല, ഇളാഫത്ത് ഇബിനിൽ വലീദിലേക്കാണ്. ഖാലിദിന് പകരം ബദലാണ് ഇബിന്. ആരാണ് ഖാലിദ്? ഇബ്നുൽ വലീദ്, വലീദിന്റെ മകനാണ് ഖാലിദ്, വലീദിന്റെ മകനാണ്. അപ്പോ ഫീ മദ്രസത്തി എന്ന് പറഞ്ഞത് മദ്രസയുടെ ബദലാണ് ഖാലിദ്, ഖാലിദിന്റെ ബദലാണ് ഇബ്ന്. ഓക്കെ, ഇത് അതിന്റെ പകരം വിശേഷണമല്ല. മദ്രസയുടെ വിശേഷണം ഖാലിദാവാൻ പറ്റില്ല. മുമ്പേ വിശേഷണമല്ല. അതായത് ഇവിടെ നമ്മളെ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലില്ലാഹിക്ക് പകരമാണ് എന്ത് ചെയ്യുന്നത്? ബദലാണ് റബ്ബ് വന്നത്. അതേപോലെ കഴിഞ്ഞ ക്ലാസ് നമ്മളൊരു ബദലിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ അവസാന വീഡിയോ കേട്ട് നോക്കിയപ്പോഴത്തെ അവിടെ ബദലിനെ കുറിച്ചാണ്. അപ്പൊ എന്തായിരുന്നാലും ഈ പേര് വരുമ്പോ ഫീ മദ്രസത്തി പറയുമ്പോ പിന്നെ മദ്രസയുടെ പേര് വരുമ്പോ എന്താണ്? അത് ബദലാണ്. അപ്പൊ അങ്ങനെയാണ് ആദ്യത്തെ പദമായ ഖാലിദിനെ ബദലായിട്ട് സ്വീകരിച്ചിട്ടാണ് മദ്രസയുടെ അടയാളമായിട്ട് ഖാലിദിന് മദ്രസയുടെ അടയാളം കൊടുത്തത്. പിന്നീട് എന്താണ്? ഖാലിദ്, ഹൂയിസ് ഖാലിദ്, മനുൽ ഖാലിദ്, ആരാണ് ഖാലിദ്? മൻ ഹുവ ഖാലിദ്? ഖാലിദ് ഇബ്നുൽ വലീദ്, വലീദിന്റെ മോനാണ്, വലീദിന്റെ മകനാണ് ഖാലിദ്. അപ്പോ ഖാലിദിന്റെ മകനായ, നമ്മൾ ആരായ എന്ന് പറയുമ്പോഴത്തേക്ക് വിശേഷണമല്ല, അതെന്താണ്? ബദലാണ്, ഇബിന്. അപ്പൊ അതുകൊണ്ട് അതിനെന്ത് ചെയ്തു? കസർ. വലീദോ, വലീദിന് എങ്ങനെ കസർ വന്നു? ഇബിനുൽ വലീദ്, വലീദിന്റെ മകൻ. ഇളാഫത്ത് മുഖേനയാണ് കസർ വന്നത്.
അപ്പൊ മദ്രസത്ത് ബിൻ ഖാലിദ് ബിൻ വലീദ് അതാണ് സ്കൂളിന്റെ പേര്. ഈ മദ്രസത്ത് ബിൻ ഖാലിദ് ബിൻ മദ്രസത്ത് ഖാലിദ് ബിൻ വലീദ്. ഖാലിദ് ബിൻ വലീദ് സ്കൂൾ എന്നാണ് അതിന്റെ പേര്. ഇപ്പൊ എനിക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. ഫോൺ എന്റെ കയ്യിലാണ്. ഇപ്പൊ എനിക്ക് ഓൺ ചെയ്യാൻ പറ്റില്ല. കാരണം പിന്നെ എന്റെ കയ്യിൽ നിന്ന് കണക്ഷൻ കൊടുക്കാനും പറ്റില്ല. ഓക്കെ, മദ്രസത്തി ഖാലിദ് ബിൻ വലീദ്. ഫൈസൽ, അയിന തസ്കുനൂന അൻതും. അയിന തസ്കുനൂന അൻതും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. അയിന തസ്കുനൂന അൻതും, നിങ്ങളെല്ലാം എവിടെയാണ് താമസിക്കുന്നത്? അതിന്റെ മുമ്പ് ഖാലിദ് ബിൻ വലീദ് ലി ബനാത്തി. ലിൽ ബനാത്തി. ലിൽ ബനാത്തി, ഗേൾസ്, ഫോർ ഗേൾസ്. ഖാലിദ് ബിൻ വലീദ് ലിൽ ബനാത്ത്, ഫോർ ഗേൾസ്. ബി മക്കത്ത, ഇൻ മക്ക. അപ്പോ ബി മക്കത്ത, മക്കയിലുള്ള മദ്രസത്ത് ഖാലിദ് ബിൻ വലീദ് ഫോർ ഗേൾസ്. ഖാലിദ് ബിൻ വലീദ് ഗേൾസ് സ്കൂൾ. ഖാലിദ് ബിൻ വലീദ് ഗേൾസ് സ്കൂളിലാണ് പഠിക്കുന്നത്. അയിന തസ്കുനൂന അൻതും. അപ്പോ നേരത്തെ പറഞ്ഞു യദ്റുസു, യദ്റുസൂന പറഞ്ഞു. യദ്റുസു ഏകവചനം, അതിന്റെ ബഹുവചനം യദ്റുസൂന പറഞ്ഞു. പിന്നെ അതിന്റെ സ്ത്രീലിംഗ ഏകവചനം പറഞ്ഞു സൈനബു തദ്റുസു എന്ന് പറഞ്ഞു. സൈനബു തദ്റുസു എന്ന് പറഞ്ഞു. പിന്നീട് അവരെല്ലാവരും യദ്റുസ്ന, ഹുന്ന യദ്റുസ്ന പറഞ്ഞു. പിന്നെ ഇവിടെ എന്ത് പറയുന്നു? അൻതും തസ്കുനൂന. അൻതും തസ്കുനൂന, നിങ്ങൾ താമസിക്കും. അബ്ദുള്ള, യഖ്വതി യസ്കുനൂന ഫീ മഹാജിഇൽ ജാമിഅ. വീണ്ടും യഖ്വത്തിന്റെ കാര്യം പറഞ്ഞു. യഖ്വതി യസ്കുനൂന, അവർ താമസിക്കുന്നു. യസ്കുനൂന നേരത്തെ പറഞ്ഞില്ലേ, യദ്റുസൂന നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് യസ്കുനൂന, യദ്റുസൂന പോലെ യസ്കുനൂന, അവർ താമസിക്കുന്നു. അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യഖ്വതി യദ്റുസൂന എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും എന്താണ് യഖ്വതി യസ്കുനൂന എന്ന് പറഞ്ഞു. അപ്പൊ യഖ്വത്ത് നേരത്തെ പറഞ്ഞത് കൊണ്ടാണ് യസ്കുനൂന എന്ന ബഹുവചനം ഉപയോഗിച്ചത്. യഖ്വതി യസ്കുനൂന, ബ്രദേഴ്സ് താമസിക്കുന്നു. ഫി മഹാജിഇൽ ജാമിഅത്തി. മഹാജ. അപ്പൊ മഹ്ജന്റെ ബഹുവചനമാണ് മഹാജ. മഹ്ജഉൻ ജംഉഹു മഹാജിഉ. ഒരു ലമ്മേ ഉള്ളൂ മഹാജന്. മഹാജന്റെ പ്രത്യേകത ഒരു ലമ്മേ ഉള്ളൂ. അത് കെസ്ർ സ്വീകരിക്കില്ല. അത് കെസ്ർ സ്വീകരിക്കില്ല, ഒരു ലമ്മേ ഉള്ളൂ. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് കെസ്ർ വന്നു? കെസ്ർ സ്വീകരിക്കാത്തതിന് അടുത്തതിലേക്ക് ഇളാഫത്ത് ചെയ്താൽ കെസ്ർ സ്വീകരിക്കും. അല്ലെങ്കിൽ അൽ വന്നാലും കെസ്ർ സ്വീകരിക്കും. അങ്ങനെയുണ്ടല്ലോ ചില ആൾക്കാർ അടുത്ത ആളോട് യോജിക്കില്ല, ചില സാഹചര്യങ്ങളിൽ യോജിക്കും. അതേപോലെയാണ് ചില സാഹചര്യങ്ങളിൽ കെസ്ർ സ്വീകരിക്കും. ആ സാഹചര്യം എന്താണ്? അതിലൊരു കാരണം ഇളാഫത്ത് ചെയ്യുക എന്താണ്. ഈ മഹാജഇൽ ജാമിഅത്തി, മഹ്ജഉൻ ജംഉഹു മഹാജഉ. അപ്പൊ ബഹുവചനം ചോദിച്ചാൽ ഒരു ലമ്മ ഉണ്ടാവും. രണ്ട് ലമ്മിട്ടാൽ അരമാർക്ക് കുറയ്ക്കും. അമ്മ അന. അപ്പൊ ഇവിടെ രണ്ട് കണ്ടീഷൻ വന്നപ്പോഴത്തേക്ക് ആദ്യത്തേത് കണ്ടീഷൻ അല്ലാതെ അങ്ങ് പറഞ്ഞു, സെന്റൻസ് ആയിട്ട് പറഞ്ഞു. ബ്രദേഴ്സ് എല്ലാം അവിടെ താമസിക്കും. പിന്നെ എന്റെ കാര്യം പറഞ്ഞാൽ എന്ന് പറയുന്നത് പോലെ അമ്മ അന എന്നാൽ ഞാൻ ഫഅസ്കുനു. അപ്പോ ഹുവ യദ്റുസു, ഹും യദ്റുസൂന, ഹും യസ്കുനൂന, ഹിയ തദ്റുസു. പിന്നെന്ത് പറഞ്ഞു? അൻതും തസ്കുനൂന പറഞ്ഞു. പിന്നെ അന അസ്കുനു, ഫഅസ്കുനു, അന അസ്കുനു,
മഅ ഖരീബിൻ ലീ. മഅ ഖരീബിൻ ലീ. അപ്പൊ ഖരീബ് ആരാണ്? റിലേഷൻഷിപ്പാണ്, സമീപത്തുള്ള ആളല്ല. ഖരീബ് എന്ന് പറഞ്ഞാൽ ബന്ധുത്വമുള്ള ആളാണ് ഖരീബ്. ഖരീബ് ബന്ധു. ഖരീബിൻ ലീ. ഇപ്പൊ ഖരീബുൻ ലീ എന്ന് പറഞ്ഞപ്പോ ഖരീബ് എന്താണ്? നക്കിറയാണ്, മാരിഫയല്ല. മാരിഫയല്ല. രണ്ട് കാര്യമുണ്ട്. ഒന്നെന്താണ്? ഖരീബ് ബന്ധു എന്നാണ്. ഖരീബിന്റെ കൂടെ ലീ എനിക്കുള്ള. അപ്പോ റിലേഷൻഷിപ്പ് പറഞ്ഞപ്പോൾ ലീ ഉപയോഗിച്ചു. രണ്ടാമത്തെ സംഗതി ഖരീബുൻ ലീ എന്ന് പറഞ്ഞാൽ, ഖരീബുൻ ലീ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖരീബ് അൺസ്പെസിഫിക് ആണ്, നിർണിതമല്ല. വൺ ഓഫ് മൈ റിലേറ്റീവ്സ്. ഖരീബുൻ ലീ, വൺ ഓഫ് മൈ റിലേറ്റീവ്സ്, നോട്ട് സ്പെസിഫിക്. ഓക്കെ. ഫൈസൽ, أمتزوج أنت يا عبد الله؟ يا عبد الله أمتزوج أنت يا عبد الله؟ عبد الله നീ മാരീഡ് ആണോ? മുതസവ്വിജുൻ, മാരീഡ്. അതിന്റെ ഓപ്പോസിറ്റ് എന്താ? അസബുൻ, ഐന് സായി ബ, അസബുൻ. സൈനബിന്റെ സ, ഐന് അസബുൻ. ശ്രദ്ധുണ്ടോ? അസബുൻ, അസബുൻ എന്തില്ല. متزوج أنت يا عبد الله؟ لا لست بمتزوج. ലൈസയുടെ കൂടെ എന്ത് വേണം? ബി വേണം. അലൈസ അല്ലാഹു ബി അഹ്കമിൽ ഹാക്കിം. അതേപോലെ എന്ത് ചെയ്തു? ലസ്തു ബി മുതസവ്വിജ്. ലസ്തു ബി മുതസവ്വിജ്, ഞാൻ മാരീഡ് അല്ല. ആ മുതസവ്വിജുൻ അൻത എന്നാണ് ചോദിച്ചത്. അതിന് അസബുൻ എന്ന് പറയാം. അതിന് പകരം ലസ്തു ബി മുതസവ്വിജിൻ, ഞാൻ മാരീഡ് അല്ല. ഫൈസൽ, മാ ഉൻവാനുക? വാട്ട് ഈസ് യുവർ അഡ്രസ്? ഉൻവാൻ, അഡ്രസ്. ഉൻവാനുൻ, അഡ്രസ്. മാ ഉൻവാനുക, നിന്റെ അഡ്രസ് എന്താണ്? അബ്ദുള്ള. ഹാദിഹി ബതാഖതി ഫിഹാ ഉൻവാനി. This is my card. ബതാഖത്തുൻ, ബതാഖത്തുൻ, കാർഡ്. നേരത്തെ വന്നിട്ടുണ്ടെന്ന്, അതൊന്നും പുതിയ വാക്കുകൾ കാണുന്നില്ല. മിഡിൽ ഈസ്റ്റ് പറഞ്ഞ ബത്താക്ക എന്ന് പറഞ്ഞ പോലെ സാധാരണയായിട്ട് ബതാഖത്ത് എന്ന് പറഞ്ഞ കാർഡ്. ഫിഹ ഉൻവാനി, അതിൽ എന്റെ അഡ്രസ് ഉണ്ട്. ഫിഹ, അതിലുണ്ട്. ഉൻവാനി, എന്റെ അഡ്രസ്. ഫൈസൽ, അഷ്കുറുക യാ അഖി. താങ്ക് യു മൈ ബ്രദർ. അഷ്കുറുക, താങ്ക് യു. എനിക്ക് പറഞ്ഞാൽ ഐ താങ്ക് യു എന്നാണ്. അഷ്കുറുക, ഞാൻ നിനക്ക് നന്ദി അറിയിക്കുന്നു. യാ അഖി, ഓ മൈ ബ്രദർ. അന മസ്റൂറുൻ, ഐ ആം പ്ലീസ്ഡ്, ഞാൻ സന്തോഷവാനാണ്. മസ്റൂറുൻ, സന്തോഷിക്കപ്പെട്ടവനാണെന്നാണ്. അതിനുള്ള ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞു. മസ്റൂറുൻ, പ്ലീസ്ഡ്. ബിലിഖാഇക, യുവർ, അല്ലെങ്കിൽ പറഞ്ഞ ഗ്ലാഡ് ടു മീറ്റ് യു. ഗ്ലാഡ് ടു മീറ്റ് യു എന്ന് പറയും. കണ്ടുമുട്ടല്. ബിലിഖാഇക, ലിഖാ കണ്ടുമുട്ടൽ, മീറ്റിംഗ്, കണ്ടുമുട്ടൽ അല്ലെങ്കിൽ മീറ്റിംഗ്. ഗ്ലാഡ് ടു മീറ്റ് യു. ലിഖാഇക, ബിലിഖാഇക. അന സഅൻസിലു ഫിൽ മഹത്തത്തിൽ ഖാദിമ. അന സഅൻസിലു, ഞാൻ ഉടൻ തന്നെ ഇറങ്ങും. സ അനധിവിദൂര ഭാവിയിൽ, ഇൻ ദ നിയർ ഫ്യൂച്ചർ. സ ഫ്യൂച്ചറിനാണ്, പക്ഷെ ഇൻ ദ നിയർ ഫ്യൂച്ചർ, സമീപ ഭാവിയിൽ. സഅൻസിലു, ഞാൻ ഉടൻ തന്നെ ഇറങ്ങും.
മലയാളത്തിൽ നമ്മൾ പറഞ്ഞ ഉടൻ തന്നെ ഇറങ്ങും. അൻസിലു ഫിൽ മഹത്തത്തി. മഹത്തത്തിന് എന്താണ്? സ്റ്റേഷൻ. അൽ ഖാദിമത്തി കമ്മിങ്. coming. ഖദീമ വന്നു. ഖദീമ വന്നു. ഖുദൂം അറൈവൽ. ഖുദൂം അറൈവൽ. ഖാദിമത്ത് വരുന്നതായ. മഹത്ത സ്ത്രീലിംഗമായതുകൊണ്ട് അതിന്റെ വിശേഷണമാണ് ഖാദിമത്ത്. അപ്പൊ അതിനെന്ത് ചെയ്തു? സ്ത്രീലിംഗമാക്കി. അബ്ദുള്ള ഫി അമാനില്ല വഇലൽ ലിഖാ. ഫി അമാനില്ല, അണ്ടർ ദ പ്രൊട്ടക്ഷൻ ഓഫ് അള്ളാഹ്. അമാനത്ത്, അമാൻ. ഫി അമാനില്ല. അപ്പൊ നമ്മളത് ഹാബിറ്റ് ആക്കേണ്ട ഒരു സംഭവമാണ്. നമ്മൾ അസ്സലാമു അലൈക്കും എന്നൊക്കെ പറയും. നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാ? ടേക്ക് കെയർ എന്ന് പറയും. ടേക്ക് കെയർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മലയാളത്തിൽ എന്താ പറയാ ടേക്ക് കെയറിന്? സൂക്ഷിച്ചോളാം അല്ലേ? സ്വയം സൂക്ഷിച്ചോളും. നീ സൂക്ഷിച്ചോളാം. ഇപ്പോ നമ്മുടെ സംസ്കാരം എന്താ? ഈ അമാനില്ല. ഞാൻ നിന്നെ അമാനത്തായിട്ട് അള്ളാഹ് ഏൽപ്പിക്കുന്നു. പ്രൊട്ടക്ഷൻ ഓഫ് അള്ളാഹ്. അതേപോലെ നമ്മുടെ യാത്രയിലുള്ള പ്രാർത്ഥനയൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഇന്നത്തെ കാലത്ത് വളരെ വളരെ അത്യാവശ്യമാണെന്ന് തോന്നുന്നു. സ്കൂട്ടറിൽ കയറുമ്പോൾ പോലും നമുക്കറിയില്ല നമുക്ക് തിരിച്ചു വരുമോ. സൈക്കിളിൽ കയറുമ്പോഴും നമുക്കറിയില്ല. പിന്നെ ആകാശത്തിലേക്ക് കയറി പോയാൽ തീരെ അറിയില്ല. ഇതെല്ലാം നമ്മൾ അള്ളാഹ് ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അപ്പോ അതേപോലെ ഫിയമാനില്ല. വഇലൽ ലിഖാ. See you again. See you again. ലിഖാ. ലിഖാ കണ്ടുമുട്ടൽ. ഇലൽ ലിഖാ കണ്ടുമുട്ടലിലേക്ക് എന്ന് പറഞ്ഞാൽ see you again. ഖാദിമത്ത് എന്താ പറഞ്ഞത് ഉസ്താദേ? ഖാദിമത്ത്. അൽ ഖാദിമത്തു വരുന്നത്. ഖദീമ വന്നു. യഖ്ദുമു ഉണ്ടല്ലോ ഖുർആനിൽ. യഖ്ദുമു എന്നില്ലേ? യഖ്ദുമു ഉണ്ടെന്നാണ് തോന്നുന്നത്. ഖാദിമത്ത് വരുന്നത്. മുഖദ്ദിമ എന്താ ഇതുമായിട്ട്? മുഖദ്ദിമ വരുന്നതിന് മുമ്പുള്ളത്. മുഖദ്ദിമ. മുഖദ്ദിം എന്ന് പറഞ്ഞാൽ മുൻകടന്ന. മുഖദ്ദിം എന്താണ്? അൻതൽ മുഖദ്ദിം അൻതൽ അൻതൽ മുഅഖിർ. അൻതൽ മുഖദ്ദിം അൻതൽ മുഅഖിർ. അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു. അപ്പൊ അത് ഖദ്ദമയാണ്. ഇത് ഖദിമയാണ് ചെയ്തത്. അത് ഖദ്ദമ മുൻപിച്ചു. മുഖദ്ദിം മുന്തിക്കുന്നത്. അപ്പോ ആമുഖം. മലയാളത്തിൽ നമ്മൾ ആമുഖം എന്ന് പറയും. പാഠം പുസ്തകം സമർപ്പിക്കുകയാണ്. ഞാൻ എന്റെ പുസ്തകമാണെങ്കിൽ ഞാൻ പുസ്തകം സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് ആമുഖം പറയും. അതിനാണ് മുഖദ്ദിം. ബിമാ ഖദ്ദമത് ഐദീം ഉണ്ടല്ലോ അല്ലേ? വരുന്നതിന് കൈകൾ മുൻകൂട്ടി ചെയ്തു വെച്ചത്. അതെ, ഇതെല്ലാം നമ്മളെ ഖദ്ദമയിലേക്ക് പോയി. ഇത് ഖദിമയാണ് വന്നിരിക്കുന്നത്. ഖദ്ദമത്ത് സ്ത്രീലിംഗമായതുകൊണ്ട് ഐദി സ്ത്രീലിംഗമായതുകൊണ്ട് ഖദ്ദമത്ത് എന്ന് സ്ത്രീലിംഗം ഉപയോഗിച്ചു. മുന്തിച്ചു. ഇത് രണ്ടു വാക്കാണ്. രണ്ട് വാക്കാണ്. അത് ഇതെന്താണ്? ഇത് സുലാസി മുജറദാണ്. ആദ്യത്തെ 4 ഗ്രൂപ്പ് പഠിച്ചില്ലേ? അതിൽ പെട്ടതാണ്. ഖദീമ സമിയ ഗ്രൂപ്പാണ്. ഖദീമ സമിയ ഗ്രൂപ്പിന്റെ കർത്താവിന്റെ രൂപമാണ് ഖാദിമുൻ വരുന്നത്. മഹത്തത്ത് സ്ത്രീലിംഗമായതുകൊണ്ട് ഖാദിമത്തിൻ എന്ന് പറഞ്ഞു. പിന്നെ അൽ മഹത്തത്തുൽ ഖാദിമത്ത്. അൽ മഹത്തത്തിന്റെ വിശേഷമാണ് ഖാദിമത്ത്. അതിന്റെ എല്ലാ സംഗതിയും ഇതിന് വേണം. അൽ വേണം, സ്ത്രീലിംഗം വേണം, ഏകവചനമായിരിക്കണം, എല്ലാം വേണം. മഹത്തത്ത് ഏകവചനമായതുകൊണ്ട് ഇതും ഏകവചനമായിരിക്കും. അബ്ദുള്ള ഫി അമാനില്ല വഇലൽ ലിഖാ കഴിഞ്ഞു. അസ്സായിഖ്. സായിഖ് എന്താ? ഡ്രൈവർ. ഡ്രൈവർ. ഖുർആനിലുണ്ടല്ലോ സായിഖ്. സായിഖൻ വശഹീദ്. ജാഅത് കുല്ലു നഫ്സിൻ മാഅഹ സായിഖുൻ വശഹീദ്. സൂറത്തു ഖാഫ് അല്ലേ? هذا الباب للدخول. هذا الباب للدخول. فيصل سائق لفيصل. ഫൈസലിനോട് പറഞ്ഞു
هذا الباب للدخول يا أخي. Entrance. This door is for Door for entry. للدخول entry. entry. ഇത് entrance ആണ്. ഇത് പ്രവേശിക്കാനുള്ള ബാബാണ്. النزول من هناك. ഇറങ്ങൽ അതുവഴിയാണ്. ഹുനാക്ക് അവിടെയാണ്. الدخول من هناك അവിടെ പോയിട്ട് ഇറങ്ങാം. ഡ്രൈവറിന്റെ അടുത്തുള്ളത് കയറുന്നതാണ്. ഡ്രൈവറിന്റെ അടുത്ത് ആണ് കയറുന്ന ഡോറുള്ളത്. കയറി കഴിഞ്ഞാൽ ഡ്രൈവറിന്റെ അടുത്ത് പൈസ ഇട്ട് കൊടുക്കണം. ബസ്സില് കയറാൻ നേരത്തെ അവിടെ 2 രൂപ ഇട്ട് കൊടുത്താൽ മതി. ആ ബസ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ അപ്പുറം എവിടെ നിന്ന് എൻഡ് ചെയ്യുന്ന അവിടെ വരെ. അപ്പൊ ടിക്കറ്റ് പൈസ അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ബോക്സ് വെച്ചിട്ടുണ്ടാവും. നമ്മളെ നേരത്തെ പെട്ടി വരെ ബോക്സ് വെച്ചു 2 രൂപ അതിനകത്തിട്ടാൽ ഡ്രൈവർ അതിനെ ഒരു ടിക്കറ്റ് കയറി തരും. അപ്പുറത്തോട് പോയിട്ട് ഇറങ്ങാം. ഇപ്പൊ എല്ലാം കാർഡ് സിസ്റ്റം ആയി സർ. ഇപ്പൊ എല്ലാം കാർഡ് സിസ്റ്റം. ഇത് പഴയത് അന്നുള്ള സംഭവം 1980 എഴുതിയതാണ്. ഇപ്പൊ എല്ലാം കാർഡായി. നമ്മളിവിടെ എല്ലാരും പത്താക്ക എന്നാണ് പറയാ. നമ്മള് അല്ല ബായാണ്. ബത്താക്ക. تمارين. أجيب عن الأسئلة الآتية. بأي جامعة يدرس عبد الله؟ في جامعة الرياض. جامعة الرياض. الثاني في أي كلية يدرسه؟ في كلية الهندسة. كلية الهندسة. في أي كلية يدرس عيسى؟ كلية الطب. في كلية الطب. يدرس في كلية الطب. في أي كلية يدرس إبراهيم؟ يدرس في يدرس كلية الطب. എന്തായിരുന്നാലും يدرس ഉപയോഗിച്ച് പറയണം. في أي كلية يدرس إسحاق؟ يدرس إسحاق. എന്ന് പറഞ്ഞ പാടല്ലേ? في كلية الآداب. يدرس في كلية الآداب. يدرس في كلية الآداب. അതാണ്. ഇവിടെയും എന്താണ്? ഇവിടെ യദ്രസു എന്ന വാക്ക് ഉപയോഗിച്ചിട്ടാണ് പറയേണ്ടത്. പിന്നെ في أي كلية يدرس إسماعيل؟ إسماعيل يدرس في العلوم. يدرس അവിടെയും كلية യദ്രസു العلوم. ഉപയോഗിച്ചിട്ടാണ് പറയേണ്ടത്. كلية العلوم. അതെ. السابع أين تدرس أخوات عبد الله? ഇവിടെ എന്താണ്? ഇവിടെ أين تدرس أخوات عبد الله. അപ്പൊ അഖവാത്ത് അബ്ദുള്ളയുടെ മുമ്പാണ് തദ്റുസ് വന്നിരിക്കുന്നത്. അയിന് തദ്റുസ് അഖവാത്തു അബ്ദുള്ള. അപ്പൊ അതുകൊണ്ട് നീ നേരത്തെ പറഞ്ഞ പോലെ തദ്റുസ്. അപ്പൊ ഉത്തരം പറയുമ്പോ എന്ത് വേണം? തദ്റുസിനെ എന്നാ പറഞ്ഞത്. അല്ലേ? അപ്പൊ യദ്റുസ്നെയാണ് ഇവിടെ പറയേണ്ടത്. അവർ പഠിക്കുന്നു എന്നാണ് നമ്മൾ ഉത്തരം പറയുന്നത്. അപ്പൊ യദ്റുസ്ന ഫി മദ്രസത്തിൽ മുതവസ്സിത്ത. ഫിൽ മദ്രസത്തിൽ മുതവസ്സിത്ത. അസാമിൻ അയിന യസ്കുനു അബ്ദുള്ള? യസ്കുനു ഫി مهجعة ألا يسكن مع قريب له അവന്റെ مع قريب له അവന്റെ ഒരു one of his relatives. التاسع وأين يسكن إخوته؟ يسكن في محاجر. അപ്പൊ യസ്കുനു എന്ന് പറയുന്നത് അപ്പൊ യസ്കുനു എന്ന് പറയേണ്ടത് യസ്കുനൂന ഫീ മഹാജിഅൽ ജാമിഅ. ഹോസ്റ്റൽസ്. മഹാജ ഹോസ്റ്റൽസ്. അപ്പൊ യസ്കുനൂനല്ലോ എന്താ പറയണ്ടേ? ഇഹ്വത്തി എന്ന് പറയുമ്പോൾ ഇഹ്വത്തി എന്ന് പറഞ്ഞത് ആണാണോ പെണ്ണാണോ? അതെ, ആണാണ്. ആണാണ്. അപ്പൊ എന്താ പറയണ്ടേ? അപ്പൊ യസ്കുനൂന. യസ്കുനൂന. 9 മണി കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങേണ്ട സമയമെന്നാണ്. അതുകൊണ്ടാണ് കൺട്രോൾ കിട്ടുള്ളൂ. അപ്പൊ 10 മണിക്ക് ക്ലാസ് ഉള്ളവരും നേരത്തെ വിശ്രമിക്കും.
പണിയൊക്കെ കഴിഞ്ഞ് കുറച്ച് എന്ത് ചെയ്യണം, റെസ്റ്റ് എടുക്കണം, റിലാക്സ് ചെയ്യണം. സഹ്യമായ വൈകി വരുമ്പോ വൈകി വരുന്നതിന് കുഴപ്പമില്ല. നിങ്ങൾ നേരത്തെ എന്ത് ചെയ്യണം, റെസ്റ്റ് എടുക്കണം. നമ്മൾ നേരത്തെ കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യണം ആണ് എഡ്യൂക്കേഷനിൽ വിടുക. എഡ്യൂക്കേഷൻ സമയമെല്ലാം രാവിലെ മുതൽ ബോഹർ വരെയാണ് യഥാർത്ഥത്തിൽ. നമ്മൾ രാവിലെ ക്ലാസ് വെച്ചാൽ നിങ്ങൾ പറയും നമുക്ക് കുട്ടികളെ സ്കൂളിൽ പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം എന്നൊക്കെ പറയും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ രാവിലെ വയ്ക്കുന്നത്. യഥാർത്ഥത്തിൽ രാത്രി സമയമൊന്നും പഠിക്കുന്നതിനോ അല്ലെങ്കിൽ ഒന്നും സ്യൂട്ടബിൾ അല്ല. എന്നാൽ ഇത് നമ്മൾ കുറച്ച് ക്ലാസ് ഉള്ളതിൻ്റെ അന്ന് കുറച്ച് നേരത്തെ ഏതെങ്കിലും സമയത്ത് നമ്മൾ റെസ്റ്റ് എടുത്താൽ മതി. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ മൈൻഡിനോ അല്ലെങ്കിൽ മൈൻഡിനും ബോഡിക്കും റിലാക്സ് വേണം കൊടുക്കുക. rest. എന്താ പറയാ, ഓൺ ഡൂയിങ് നത്തിങ്. ബ്ലാങ്ക് ആവണം. ഒന്നും ചെല്ലാതിരിക്കണം, ഒന്നും ചെയ്യാതിരിക്കണം. മൈൻഡിലൊന്നും കൊണ്ടുവരരുത്, മൈൻഡിലും കൊണ്ടുവരരുത്. ഓൺ ഡൂയിങ് നത്തിങ് എന്ന് പറഞ്ഞ് മുമ്പ് ഒരു പാഠം പഠിച്ചിട്ടുണ്ട് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ. അന്ന് യഥാർത്ഥത്തിൽ അതെന്താണ് സംഭവം എന്ന് മനസ്സിലായിട്ടില്ല. ഇന്ന് അതിനെക്കുറിച്ച്, അതായത് റിലാക്സ്, നമ്മൾ വിശ്രമം എന്ന് പറഞ്ഞാൽ ഉറക്കം തന്നെ ആകണമെന്നില്ല. ഒന്നും ചെയ്യാതെ ഒന്നും ചിന്തിക്കാതെ ഇരിക്കുന്ന അവസ്ഥയ്ക്കാണ് വിശ്രമം എന്ന് പറയുന്നത്. ബോഡിക്ക് ഒന്നും പണിയൊന്നും. രാത്രിയിലൊക്കെ നമ്മൾ നേരത്തെ ഉണർന്നു കഴിഞ്ഞാൽ പഠിച്ചതിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ പഠിക്കാനുള്ളതിനെ പറ്റിയിട്ടൊക്കെ മനസ്സിൽ വരിക, ഉറക്കം കിട്ടില്ല. അത് കുറച്ചാൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും ശരിയായിക്കോളും. കുറച്ചാള് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശരിയാവും. അതിനൊക്കെ നമ്മൾ നമസ്കാരവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മൾ ഇപ്പം പുതിയ വാക്കുകൾ എന്താണ്, മെഡിറ്റേഷൻ. മെഡിറ്റേഷന്റെ മലയാളം വാക്ക് എന്താണ്? ധ്യാനം. ധ്യാനം. ഇതിന്റെ അറബിലേക്ക് പോയാൽ സലാത്ത്. അപ്പൊ അതെന്താണ് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? ആരാധന, നമസ്കാരം. അത് തന്നെയാണ്. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ധ്യാനമാണെങ്കിൽ അതാണ് അത്. പക്ഷേ ഇനി നമ്മൾ ഈ പറഞ്ഞതുപോലെ ഓൺ ഡൂയിങ് നത്തിങ് അല്ല, അത് വേറെ സംഭവമാണ്. എന്നാൽ ഇത് അതിന്റെ ഒരു ഭാഗമാണ്. കാരണം എന്താ, റിലാക്സേഷൻ ആണ് നമസ്കാരം എന്ന് വേറെ പറഞ്ഞിട്ടുണ്ട്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിന്റെ ദിക്റിലൂടെയാണ് തുമഇനീനത്ത് വരുന്നത്, തത്മഇന്നു അൽ ഖുലൂബ്. അപ്പൊ നമ്മളെന്ത് ചെയ്യും? ഓം പറഞ്ഞിട്ടാണ് ശാന്തി ശാന്തി എന്ന് പറയുന്നത്, അല്ലേ? ഓം എന്ന വാക്ക് പണ്ട് തൗഹീദിന് ഉപയോഗിച്ചിരുന്നെന്നും അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ഞാനിപ്പോ അത് പറയാൻ വേണ്ടി പറഞ്ഞല്ല, സംഭവം അങ്ങനെ അഭിപ്രായമുണ്ട്. പക്ഷെ ഇപ്പോഴത് വേറെ മിസ്യൂസ് ചെയ്യപ്പെടുന്നു. എന്തായിരുന്നാലും ശാന്തി ശാന്തി എന്ന് പറയുന്നത് അതാണ്, തുമഇനീനത്താണ്. നമ്മൾ അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ശാന്തത. അപ്പൊ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വേറെ ഒന്നിലേക്കും ശ്രദ്ധ പോകാൻ പാടില്ലല്ലോ. വേറെ ഒന്നിലേക്കും ശ്രദ്ധ പോകാൻ പാടില്ല. നമസ്കാരത്തിനുള്ള സമയത്ത് വേറെ ഒന്നിലേക്കും ശ്രദ്ധ പോകാൻ പാടില്ല. അപ്പൊ ആ ശ്രദ്ധ നമുക്ക് ചെയ്യുകയാണെങ്കിൽ ബാക്കിയും നമുക്ക് വേറെ ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റും. അപ്പൊ സഹീഹുമായലി ലാ യഅരിഫു അബ്ദുല്ലാഹിൽ മുഹദ്ദിസ സൽമാന. സഹീഹാണോ ഖത്അ ആണോ? ഓഫ് കോഴ്സ് ഹി ഈസ് മൈ ടീച്ചർ എന്ന് പറഞ്ഞില്ലേ? തബഅൻ ഹുവ ഉസ്താദി എന്ന് പറഞ്ഞു. അപ്പൊ അത് ഖത്അ ആണ്. الثاني عبد الله متزوج. هذا خطأ. يدرس عبد الله في السنة الأولى. خطأ. هذا എന്താണ്? അത് ഖത്അ ആണോ സഹീഹ് ആണോ? اوكي. الرابع نزل عبد الله من الحافلة قبل نزول فيصل. ഫൈസൽ ഇറങ്ങുന്നതിന് മുമ്പാണോ ഇറങ്ങിയത്? നസല അബ്ദുല്ലാഹി മിനൽ ഹാഫിലത്തി, ബസ്സിൽ നിന്നും ഖബ്ല നുസൂലിൽ ഫൈസൽ ആണോ? അതും ഖത്അ ആണ്. ഫൈസലാണ് ആദ്യം ഇറങ്ങിയത്. സഹീഹ് മാ എലി അല്ല, അത് ഇവിടെ ശരിയാക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്യണം? ലാ യഅരിഫു അബ്ദുല്ലാഹിൽ മുഹദ്ദിസ സൽമാന. എന്ത് ചെയ്യണം?
ലാ മാറ്റണം. യഅരിഫ് അബ്ദുല്ലാഹിൽ മുഹദ്ദിസ സൽമാന. അബ്ദുല്ലാഹി മുതസവ്വിജുൻ എന്നുള്ളത് എന്ത് ചെയ്യണം? ലൈസത് അബ്ദുല്ലാഹി ലൈസ ബിമുതസവ്വിജ്. ബിമുതസവ്വിജിൻ. അലൈസ അല്ലാഹു ബിഅഹ്കമിൽ ഹാക്കിമീൻ. അവിടെ ബി വേണം. ലൈസയുടെ കൂടെ ബി വേണം. അബ്ദുല്ലാഹി ലൈസ ബി മുതസവ്വിജിൻ. പിന്നെ എന്താ പറഞ്ഞു? യദ്റുസ് അബ്ദുല്ലാഹി ഫി സനത്തിൽ ഊല. യദ്റുസ് അബ്ദുല്ലാഹി ഫി സനത്തി സാനി. ഫി സനത്തി സാനി. സനത്തി അസ്സാനിയതി. സാനിയത്തി. സനത്ത് സ്ത്രീലിംഗം ആയതുകൊണ്ട് സാനിയത്ത് സ്ത്രീലിംഗം വേണം. പിന്നെ നസല അബ്ദുല്ലാഹി മിനൽ ഹാഫിലത്തി ഖബല നുസൂലി ഫൈസലിൻ. ബഅദ നുസൂലി ഫൈസലിൻ. അല്ലെങ്കിൽ ഫൈസലിനെ കൊണ്ടുവന്ന് മുമ്പ് ഇട്ടാലും മതി. ഫൈസലു നസല ഖബല അബ്ദുല്ലാഹ്. നസല ഫൈസലുൻ നസല ഫൈസലു ഖബല അബ്ദുല്ലാഹ് മിനൽ ഹാഫിലത്തി ഖബല നുസൂലി അബ്ദുല്ലാഹി. അങ്ങനെ ചെയ്താലും മതി. രണ്ട് രീതിയിലും ശരിയാക്കാം. അജീബ് അലസലത്തിലാത്തിയെത്തി. അപ്പൊ ഇവിടെ നമ്മൾ നിർത്താം കേട്ടാ. നിർത്താം. നമുക്ക് ശരിക്കും 9:30 നിർത്താം എന്നുള്ള പ്ലാനിലാണ് ഉള്ളത്. പലപ്പോഴും ക്ലാസ് തുടങ്ങുകയും ഇടയ്ക്ക് ഇന്ററപ്ഷൻസ്. നമ്മൾ ഇടയിൽ വന്നത് നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. കാരണം ഇവിടെ കണക്ടിവിറ്റി ചെയ്യേണ്ട ഫോൺ എൻ്റെ കയ്യിലായിപ്പോയി, സെക്രട്ടറിയുടെ കയ്യിലല്ല. അപ്പൊ അതുകൊണ്ട് ടീച്ചർ വിളിച്ചത് കണക്ട് ചെയ്യാൻ കൊടുത്തു. അപ്പൊ എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതായിരുന്നു സംഭവം. അതുകൊണ്ടാണ് ഞാൻ ആൻസർ ചെയ്തതും ഇടയ്ക്ക് സംസാരിച്ചത്. ക്ലാസ്സുമായി ബന്ധപ്പെട്ടൊരു ഇഷ്യൂ ആയതുകൊണ്ടാണ്. ഏതായാലും നമ്മളിവിടെ നിർത്തുകയാണ്. ഇത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ബാക്കി എക്സസൈസുകൾ വായിച്ച് എഴുതിയിട്ട് ഗ്രൂപ്പിൽ ഇട്ടാൽ നമുക്ക് അത്രയും സമയം ലാഭിക്കാം. ഓക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുചേരൽ സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നമ്മൾ വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ പുറത്ത് മാപ്പ് ചെയ്തിരുമാറാകട്ടെ. ഇത് മുഖേന ഖുർആൻ പഠനം എളുപ്പമാക്കി തീർക്കട്ടെ. അത് മുഖേന നമുക്ക് ജന്നാത്തുൽ ഫിർദൗസിൽ അവൻ തരട്ടെ. മലക്കുകളുടെ മുഖറബുകളായ മലക്കുകളോടൊപ്പം അംബിയ, മുർസലുകൾ, സിദ്ദീഖുകൾ, സ്വാലിഹുകൾ, ശുഹദാ ഇവരോടൊപ്പം വസിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഇذن الله. والسلام عليكم ورحمة الله. عليكم السلام ورحمة الله.